ഋഷുന്ന് സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് ഷോപ്പിൽ പോയതാണ് കേട്ടോ, നൂഡിൽസ് വാങ്ങാൻ വേണ്ടി പോയതാണ്. സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ ഋഷു സ്കൂൾ വിട്ട് വന്നാൽ കഴിക്കല്. പക്ഷെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് ആയിട്ടാണ് ഉണ്ടായത്, വൈകുന്നേരത്തിനൊന്നുമില്ല. അപ്പം നൂഡിൽസ് ഋഷുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല, കാരണം അത്ര ഹെൽത്തി അല്ലല്ലോ. പിന്നെ മാസത്തിൽ 1-2 വട്ടമൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാത്ത ദിവസങ്ങളിൽ. അപ്പോൾ എനിക്ക് നൂഡിൽസ് ഇഷ്ടമല്ല. ഞാൻ നല്ലൊരു ഏലക്കൊക്കെ ഇട്ടിട്ട് ചായയാണ് ഇട്ട് ഉണ്ടാക്കി കുടിക്കണത്. ഇന്നത്തെ ഡിന്നർ കുറച്ച് വെറൈറ്റി ആണ് കേട്ടോ. കുറച്ച് ബോൺലെസ് ചിക്കന് കുക്കറിലേക്ക് ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് പൊട്ടറ്റോയും വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വേവുന്ന സമയം കൊണ്ട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇന്ന് ഡിന്നറിന് ചിക്കൻ കട്ട്ലറ്റ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുറേ കാലമായി കട്ട്ലറ്റ് ഉണ്ടാക്കണം എന്ന് പൂതി വെക്കണേ. അപ്പോൾ അതിനു വേണ്ടി ചിക്കൻ ഫ്രീസറിൽ വെച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ചിക്കനും കട്ട് ചെയ്തു, അതുപോലെ പൊട്ടറ്റോയും ഒന്ന് ഉടച്ചെടുത്തു കേട്ടോ. പുറത്ത് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മസാല റെഡിയാക്കണം. ഇന്നുണ്ടല്ലോ ലഞ്ചിന് ഞാൻ ഇന്നലത്തെ കുറച്ച് ഫുഡ് ഉണ്ടായിരുന്നു, അത് ചൂടാക്കി കഴിച്ചതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഡിന്നറിനൊന്നുമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിന്ന് കട്ട്ലറ്റ് ഉണ്ടാക്കണം. ഫുഡ് ഉണ്ടെങ്കിൽ പിന്നെ കട്ട്ലറ്റ് ഉണ്ടാക്കാനൊക്കെ മടിയാണ് കേട്ടോ. ഈവനിങ് സ്നാക്കൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ, കാരണം ഫുഡൊക്കെ ഉണ്ടാക്കി ക്ലീനിങ് ഒക്കെ കഴിയുമ്പോഴേക്കും ഒരു പരുവായിട്ടുണ്ടാവും. പിന്നെ സ്നാക്കൊക്കെ ഉണ്ടാക്കുക പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. പിന്നെ അധികം ജോലിയൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിലൊക്കെ സ്നാക്ക് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ കൂടി എടുക്കുന്നതുകൊണ്ട് കുറേ ടൈം വേണം. അപ്പോൾ കട്ട്ലറ്റൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴേക്കും മഗ്‌രിബ് ബാങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഫ്രൈ ചെയ്യുന്നില്ല, നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഫ്രൈ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ കട്ട്ലറ്റ് ഫ്രൈ ചെയ്യണത്. അപ്പോഴേക്കും നല്ല വിശന്നിട്ടുണ്ട്. ഞാനൊരു 6 to 7 മണിൻ്റെ ഇടയിൽ ഡിന്നർ കഴിക്കൂട്ടോ. അപ്പം അതുകൊണ്ടാണ് ഈ സമയമാകുമ്പോൾ എനിക്കൊരു വിശപ്പ്. അപ്പം ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട് 2 കരിക്കുണ്ട് കേട്ടോ. ഇതിലെ വെള്ളമൊക്കെ ആദ്യം തന്നെ കുടിച്ച് തീർത്തിട്ടുണ്ട്. അപ്പം ഞാൻ അതൊന്ന് ജ്യൂസ് അടിക്കാണ്ട്. അപ്പോൾ ഒഴിക്കാൻ നോക്കുമ്പോൾ പാലില്ല. പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഏലക്കൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ടെൻഡർ കോക്കനട്ട് ജ്യൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇതിൻ്റെ ഫ്ലേവർ. കെച്ചപ്പൊക്കെ കൂട്ടി കട്ട്ലറ്റ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിട്ട് അത് ഏതായാലും നടന്ന് കിട്ടി. കുറച്ച് മെനക്കെടണം. ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ അത്രയൊക്കെ ടൈമും എഫേർട്ടും വരേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം. എന്താണെങ്കിലും ഇന്നത്തെ ഡിന്നർ കുശാലായി. ആരെങ്കിലും ഡിന്നറിന് ഇതുപോലെ കട്ട്ലറ്റ് ഒക്കെ കഴിക്കുമെന്നാവല്ലേ. പക്ഷെ ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ. നമുക്ക് ഇഷ്ടം തോന്നിയിട്ട് ഉണ്ടാക്കുമ്പോൾ അത് സമയം എപ്പോഴാണെങ്കിലും തിന്നാനൊരു രസമാണല്ലോ അല്ലേ. ഋഷുവിന് പിന്നെ സ്നാക്സ് നല്ല ഇഷ്ടമാണ്.